ധനത്തിന് സംഭവിച്ച നഷ്ടം, മനസ്സിലെ ദുഃഖം, ഗൃഹത്തിലെ ദുരിതങ്ങൾ, അപമാനം ഇവയെല്ലാം തന്നെ ബുദ്ധിയുള്ളവൻ മറ്റുള്ളവരുടെ മുന്നിൽ പ്രകാശിപ്പിക്കരുത്. അവനവൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും മറ്റുള്ളവരുടെ മുന്നിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് അവരുടെ ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്നത് ബുദ്ധിമാന് ചേർന്നതല്ല. എന്തുകൊണ്ടെന്നാൽ ദുരിതങ്ങൾ വിവരിക്കുന്നതിലല്ല, അതിനെ ധൈര്യപൂർവം നേരിട്ട് വിജയം കൈവരിക്കുന്നതിലാണ് ഒരു വ്യക്തിയുടെ അഭിമാനം അടങ്ങിയിരിക്കുന്നത്. ധനധാന്യങ്ങൾ സമ്പാദിക്കുമ്പോഴും വിദ്യ നേടുന്നതിലും ആഹാരത്തിലും വ്യവഹാരത്തിലും ഏതൊരുവൻ ലജ്ജയെ ഉപേക്ഷിക്കുന്നുവോ അവൻ സുഖത്തെ പ്രാപിക്കുന്നു. ലജ്ജിതനായി എല്ലാവരിലും നിന്ന് ഒതുങ്ങി നിൽക്കുന്ന ഒരുവൻ ഒരിക്കലും ജീവിതത്തിൽ മുന്നേറുന്നില്ല. ധനധാന്യങ്ങൾ സമ്പാദിക്കുവാനും വിദ്യ നേടാനും ഏതൊരുവൻ ഉത്സാഹപൂർവ്വം തയ്യാറാകുന്നുവോ അവൻ തീർച്ചയായും സുഖത്തെ പ്രാപിക്കുന്നു. അപ്രകാരം തന്നെ ഏതൊരുവൻ ആവശ്യത്തിന് ആഹാരം കഴിക്കുകയും ഭാവിയിലേക്കായി വ്യവഹാരത്തിൽ താല്പര്യത്തോടെ ഏർപ്പെടുകയും ചെയ്യുന്നുവോ അവനും ജീവിതത്തിൽ സുഖത്തെയും സന്തോഷത്തെയും പ്രാപിക്കുന്നു. സന്തോഷമാകുന്ന അമൃതിനെ പാനം ചെയ്തവർ അനുഭവിക്കുന്ന സുഖവും ശാന്തിയും ധനത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്ന ലുബ്ധന്മാർക്ക് ഒരിക്കലും അനുഭവിക്കാൻ സാധിക്കുകയില്ല. ധനം സമ്പാദിക്കുക എന്നത് ജീവിതത്തിൽ വളരെയധികം ആവശ്യമായ കാര്യമാണ്. എന്നാൽ ഈ ധനത്തിനോടുള്ള അമിതമായ ആഗ്രഹം ഒരു മനുഷ്യന്റെ സമാധാനത്തെ നശിപ്പിക്കുക തന്നെ ചെയ്യുന്നു. ഏതൊരുവൻ ആവശ്യാനുസരണം ധനം സമ്പാദിക്കുകയും ആവശ്യത്തിന് ചിലവഴിക്കുകയും സാധുജനങ്ങളെ സഹായിക്കാനും തയ്യാറാകുന്നത് അവൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന സുഖം ഒരിക്കലും ലുബ്ധനായ ഒരു വ്യക്തിക്ക് ലഭിക്കുകയില്ല. ഭാര്യ, ഭോജനം, ധനം ഈ 3 കാര്യങ്ങളിലും നമുക്കുള്ളതുകൊണ്ട് തൃപ്തി അടയുക. എന്നാൽ വിദ്യാസമ്പാദനം, ഈശ്വരജപം, ദാനം ഈ 3 കാര്യങ്ങളിലും ഒരിക്കലും തൃപ്തി അടയരുത്. സ്വന്തം ഭാര്യയെ എല്ലായ്പ്പോഴും കുറ്റം മാത്രം കാണാതെ അവളിലുള്ള നല്ല വശങ്ങളെ മാനിച്ച് അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ധനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്ന അമിതമായ ആഗ്രഹം ജീവിതത്തിലെ സന്തോഷങ്ങൾക്ക് വിഘാതം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ അമിതമായി കഴിക്കുന്ന ഭോജനം ശരീരത്തിന് മാത്രമല്ല മനസ്സിനും അസ്വസ്ഥത ഉളവാക്കുന്നു. അതിനാൽ ധനം, ഭാര്യ, ഭോജനം ഈ 3 കാര്യങ്ങളിൽ ഉള്ളതുകൊണ്ട് തൃപ്തനാകേണ്ടതാണ്. എന്നാൽ വിദ്യാസമ്പാദനം, ഈശ്വരജപം, ദാനം ഇവ ചെയ്യുന്നതിൽ ഒരിക്കലും തൃപ്തിയടയരുത്. എന്തുകൊണ്ടെന്നാൽ ഇവ 3 നേടുന്നത് വഴി നമുക്ക് മാത്രമല്ല നമുക്ക് ചുറ്റിലുമുള്ളവർക്ക് കൂടി സന്തോഷത്തെയും പുണ്യത്തെയും നൽകുന്നു. 2 ബ്രാഹ്മണന്മാരുടെ ഇടയിലും ബ്രാഹ്മണന്റെയും അഗ്നിയുടെയും മധ്യത്തിലും ഭാര്യ ഭർത്താക്കന്മാരുടെ മധ്യത്തിലും യജമാനന്റെയും ഭൃത്യന്റെയും ഇടയിലും കാളയുടെയും കലപ്പയുടെയും മധ്യത്തിലും ഒരിക്കലും കടന്നു ചെല്ലരുത്. എന്തുകൊണ്ടെന്നാൽ ഈ പറഞ്ഞ ഇടങ്ങളിൽ ഒന്നും തന്നെ മൂന്നാമതായൊരു വ്യക്തിയുടെ ആവശ്യം വരുന്നില്ല. അവരുടെ ഇടയിൽ ഉള്ളത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും മൂന്നാമൻ്റെ കടന്നുവരവ് മൂലം അതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് എവിടെയാണോ നമ്മുടെ ആവശ്യമില്ലാത്തത് അവിടെ ഒരിക്കലും കടന്നു ചെല്ലാതിരിക്കാൻ ശ്രമിക്കുക. അഗ്നി, ഗുരു, ബ്രാഹ്മണൻ, കുമാരി, വൃദ്ധൻ, ശിശു എന്നിവരെ ഒരിക്കലും പാദം കൊണ്ട് സ്പർശിക്കരുത്. പാദം കൊണ്ട് സ്പർശിക്കുന്നത് നാം ഒരു വ്യക്തിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിരാവിലെ ഭൂമിയിൽ സ്പർശിക്കുന്നതിന് മുൻപ് ദേവിയോട് ക്ഷമ ചോദിക്കണമെന്ന് പറയുന്നത്. അതുപോലെ അഗ്നി പവിത്രമാണ്. അതുകൊണ്ട് തന്നെ അഗ്നിയെ ഒരിക്കലും പാദം കൊണ്ട് സ്പർശിക്കരുത്. ഗുരു, വൃദ്ധൻ, ബ്രാഹ്മണൻ എന്നിവർ ഈശ്വരന് തുല്യരാണ്. അതിനാൽ അവരെ പാദം കൊണ്ട് സ്പർശിക്കുന്നത് ഈശ്വരനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ കുമാരി, ശിശു എന്നിവർ നിഷ്കളങ്കരും ഈശ്വര ചൈതന്യം നിറഞ്ഞിരിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ
അവരെയും ഒരിക്കലും പാദം കൊണ്ട് സ്പർശിക്കരുത്.